സൂഫികളുടെ നേതാവായ ജുനൈദുൽ ബഗ്ദാദിയുടെ മരണശേഷം മഹാനായ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ അള്ളാഹു താങ്കളെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ജുനൈദിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. മറ്റുള്ളവർക്ക് നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമെല്ലാം അപ്രത്യക്ഷങ്ങളായി. ശിഷ്യന്മാർക്ക് വേണ്ടി നൽകിയ വിജ്ഞാനങ്ങളും ജീവിതക്രമങ്ങളും നഷ്ടപ്പെട്ടു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നാം നിർവഹിച്ച ഏതാനും റക്അത്ത് നിസ്കാരങ്ങളല്ലാതെ നമുക്കിവിടെ ഗുണം ചെയ്തില്ല. അഥവാ നിശാംസ്കാരത്തിൻ്റെ ഗുണം മറ്റൊന്നുകൊണ്ടും കിട്ടിയില്ല. അതിൻ്റെ ഗണ്യമായ പ്രതിഫലത്തിന് മുന്നിൽ മറ്റുള്ളവയുടെ പ്രതിഫലങ്ങൾ അപ്രസക്തങ്ങളാകുന്നു. തഹജ്ജുദ് നിർബന്ധമില്ല, സുന്നത്ത് മാത്രമാണ്. പക്ഷേ അത് ഒരു നിധിയാണ്, പരലോകത്തിലേക്കുള്ള അനർഘമായ നിധി. അതിൻ്റെ നഷ്ടം അപരിഹാര്യമാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റെ വാക്കുകൾ നമുക്കിവിടെ അനുസ്മരിക്കാം. രാത്രി നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം ശാശ്വത വീട്ടിലേക്ക് തയ്യാർ ചെയ്യുന്ന അനശ്വരവും അത്യുത്കൃഷ്ടവുമായ ഒരു നിധിയാകുന്നു. അതുകൊണ്ട് ഒരു സഹായിയും ഒരു ബന്ധുവും ഇല്ലാതിരിക്കുന്ന നിനക്ക് വരാൻ പോകുന്ന ഒരു ദാരിദ്ര്യത്തിന് വേണ്ടി ഈ നിധികൾ നീ വർദ്ധിപ്പിച്ചുകൊള്ളുക. ഉറക്കം അർദ്ധമരണമാണ്, ഉണർവ് ഒരു പുനരുത്ഥാനവുമാണ്. ഈ പുനരുത്ഥാനം നേടി ഉന്മേഷപൂർവ്വം തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ മുൻനിശ്ചയം തയ്യാറെടുപ്പും വേണം. അതിന് സഹായകമായ 8 കാര്യങ്ങൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്നു. ഹലാൽ മാത്രം ഭക്ഷിക്കുക. 2 സദാസമയം പശ്ചാത്താപ മനസ്ഥിതി വെച്ച് പുലർത്തുക. 3 തെറ്റുകുറ്റങ്ങളും സംശയാസ്പദ വസ്തുക്കൾ കഴിക്കുന്നതും ഉപേക്ഷിക്കുക. മരണത്തെയും പരലോകത്തെയും ചിന്തിച്ചു ഭൗതിക പ്രേമം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. പാനീയങ്ങളുടെ അളവ് കുറയ്ക്കുക. അള്ളാഹുവിൻ്റെ ശക്തിയിലും യുക്തിയിലും ചിന്തിച്ചവൻ്റെ വിചാരണയും ശിക്ഷയും ഓർത്ത് സദാ മാനസിക ജാഗ്രത വെച്ച് പുലർത്തുക. പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായി അല്പം ഉറങ്ങുക. പകൽ സമയത്ത് ഭൗതിക കാര്യങ്ങളിലുള്ള കഠിനാധ്വാനം ഉപേക്ഷിക്കുക. രാത്രി നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സമയം എല്ലാവർക്കും തുല്യമല്ല. പണ്ഡിതൻ തൻ്റെ വിവരം കൊണ്ട് ഫത്വ നൽകിയോ അധ്യാപനം നടത്തിയോ ഗ്രന്ഥരചന നടത്തിയോ ജനസേവനം ചെയ്യാൻ കഴിയുന്നവനെങ്കിൽ അവന് ഗ്രന്ഥപാരായണത്തിനും രചനക്കും അധ്യാപനത്തിനുമൊക്കെ സമയം വേണം. 5 ഫർദ് നിസ്കാരങ്ങളും അവയുടെ റവാത്തിബ് സുന്നത്തുകളും കഴിച്ച് ശിഷ്ടമുള്ള സമയങ്ങളെല്ലാം വിജ്ഞാന സേവനത്തിന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് പണ്ഡിതൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നടത്തിയ പോലെ രാത്രി 3 ഭാഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രഥമ ഭാഗം വിജ്ഞാന സേവനത്തിന്, മധ്യഭാഗം നിസ്കാരത്തിന്, അവസാന ഭാഗം ഉറങ്ങുവാനും പണ്ഡിതൻ്റെ ചര്യാക്രമം തന്നെയാണ് വിദ്യാർത്ഥിയും സ്വീകരിക്കേണ്ടത്. വിജ്ഞാന സമ്പാദനമാണ് അവന് ദിക്റുകളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും വ്യാപൃതനാവുന്നതിനേക്കാൾ ഉത്തമം.